12-ാം തീയതി ഞായറാഴ്ച 12 മണിക്കാണ് ഞങ്ങൾ ഈ രാഹുലിൻ്റെ വീട്ടിൽ ഈ അടുക്കള കാണൽ എന്ന് പറയുന്ന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മധുരപലഹാരങ്ങളുമായിട്ട് ചെന്നു. എൻ്റെ മകളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് എൻ്റെ മകൾ തന്നെയാണെന്ന് മനസ്സിലായില്ല. കാരണം അവളുടെ മുഖം അത്ര വികൃതമായിരുന്നു. തലയിൽ വലിയൊരു മുഴ, പിന്നെ മൂക്കിൽ നിന്ന് രക്തം പോകുന്നതിൻ്റെ ഉണങ്ങിയ പാടുകൾ, പിന്നീട് ചെവിയിൽ രക്തക്കറ, കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കിയതിൻ്റെ പാടുകൾ, ഇതൊക്കെ താനെ സൃഷ്ടിച്ചതാണ്. ഈ രാഹുൽ തന്നെ സമ്മതിച്ചല്ലോ, ഞങ്ങളോട് പോലീസിനോടും പതിരങ്കാവ് പോലീസിനോടും ഞാൻ മർദ്ദിച്ചതാണ്. പിന്നെ അവർ ഇപ്പോൾ ഇങ്ങനെ ചാനലിനോട് പറയുന്നതിൽ പച്ചക്കള്ളല്ലേ. ഇത് നമ്മൾ കണ്ണുകൊണ്ട്, ഞങ്ങൾ 26 പേരുണ്ടായിരുന്നു കുട്ടികളടക്കം. ഇത് കണ്ണുകൊണ്ട് കണ്ട് ഞങ്ങൾ കരഞ്ഞവരാണ്. അപ്പോൾ അവർ ആ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. പിന്നെ സ്ത്രീധനം, അവർ എന്നോട് ഞാൻ അവരുടെ ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ കൊടുക്കുമല്ലോ, എൻ്റെ മകൻ്റെ പൊസിഷനൊക്കെ അറിയാമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുമല്ലോ എന്നാണ്. പക്ഷെ അവർ പ്രതീക്ഷിച്ച അത്രയും ഇല്ലായിരിക്കാം. അതുകൊണ്ടാണ് ഇത് പോരാ എന്നും കാറ് കിട്ടുമായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സ്ത്രീധനം പോരാ എന്നുള്ളത് തന്നെയാണ് എൻ്റെ കുട്ടിയെ മർദ്ദിക്കാൻ ഒരു കാരണം. മറ്റൊരു കാരണം എന്ന് വെച്ചാൽ ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ്. ഇവൻ്റെ പശ്ചാത്തലം തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിക്കണം, പോലീസും അന്വേഷിക്കണം. കാരണം എന്താ വെച്ചാൽ ഇവൻ ഇതിക്ക് മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് മറ്റൊരു പെൺകുട്ടിയെ ഈ പെൺകുട്ടി ഇനി വഞ്ചിക്കപ്പെടരുത്. ഇതിക്ക് മുമ്പ് ഒരുപാട് പെൺകുട്ടികൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. ലഹരി ഉപയോഗം മാത്രമല്ല, ലഹരിയുടെ വിൽപ്പനയും കൂടി ഉണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആ രീതിയിലുള്ള സംശയമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരു നമ്പർ വരെ തന്നിട്ടുണ്ട്, അയാളെ വിളിച്ചാൽ എല്ലാം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവന് ശിക്ഷ കൊടുക്കുക മാത്രമല്ല, സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് ശിക്ഷ കൊടുക്കണം. കോട്ടയത്ത് സ്ഥിരതാമസക്കാരായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ ഈ കോഴിക്കോട് ഭാഗത്തേക്ക് വന്നിട്ട് ഒരു 4-4.5 വർഷമായിട്ടുള്ളത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിക്കുന്നില്ല. പിന്നെ ഇവൻ്റെ സംസാരവും രീതിയും ഞങ്ങളോട് അന്നേരത്ത് കാണിച്ച പെരുമാറ്റവും കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം തോന്നി. പിന്നെ നല്ലൊരു ജോലി, ജർമ്മനിയിലെ എയറോനോട്ടിക് എഞ്ചിനീയർ മകളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും കൂടെ ആലോചിച്ചു, ശരി എന്നാൽ നമുക്കത് ഒരു ബുദ്ധിമുട്ടിയത് നടത്താം. അങ്ങനെയാണ് മെയ് 5-ാം തീയതി വിവാഹം ഗുരുവായൂർ വെച്ച് നടത്തുന്നത്. പിന്നീടാണ് ഇപ്പോഴൊക്കെയാണ് നമ്മൾ ഇവൻ്റെ ക്രൂര കൃത്യങ്ങളെ സംബന്ധിച്ചും ഇവൻ്റെ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. ഏതായാലും അവരെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. മാത്രമല്ല ഇപ്പോൾ ACP ആണ് അത് അന്വേഷിക്കുന്നത്. അപ്പോൾ ACP അത് സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം ചെയ്യും. മാത്രമല്ല ഗവൺമെൻറ്, മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിയിൽ ഇടപെട്ടിട്ടുണ്ട്, ഓഫീസിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം വന്ന് അത് ശരിക്കും പറഞ്ഞാൽ 307 പെടുന്നതാണ്.